പേട്ടയിൽ നിന്ന് ഫഹീം അബ്ദുസ്സമദ് ചോദിക്കുന്നു, തിന്മകളെല്ലാം നിരോധിച്ചു എന്ന് അവകാശപ്പെടുന്ന ഖുർആൻ പക്ഷേ അടിമത്തം നിരോധിച്ചിട്ടില്ല. അള്ളാഹു അടിമത്തം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഖുർആനിലും ഹദീസുകളിലും കാണുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദ്യം നിരോധിച്ചതുപോലെ പടിപടിയായാണ് അടിമത്തം നിരോധിച്ചതെന്ന് പലരും ന്യായീകരിക്കാറുണ്ട്. ശുദ്ധ കളവാണിത്. നബിയുടെ കാലത്തിന് ശേഷവും ഈ അടുത്ത കാലം വരെ മുസ്ലിം നാടുകളിൽ അടിമത്തം നിലനിന്നിരുന്നുവെന്ന് മലയാള പുസ്തകങ്ങളിൽ പോലും പറയുന്നുണ്ട്. ഒരു യുക്തിവാദിയുടെ ചോദ്യമാണിത്. മറുപടി പ്രതീക്ഷിക്കുന്നു. അടിമത്തവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കാറുണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. പ്രത്യേകിച്ച് പുതിയ കാലത്തെ നാസ്തികന്മാരുടെ കയ്യിലുള്ള ഇസ്ലാമിനെതിരെയുള്ള പ്രധാനപ്പെട്ട വടികളിലൊന്നാണ് ഇസ്ലാം അടിമത്തം അനുവദിച്ചിരിക്കുന്നു എന്നത്. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? അടിമത്തം മാർക്സിൻ്റെ ചരിത്ര വിശകലന പ്രകാരം പ്രാകൃത കമ്മ്യൂണിസം കഴിഞ്ഞ് ഉണ്ടായ ഒരു സാമൂഹ്യ സംവിധാനമാണ്. മനുഷ്യരെ അടിമകളാക്കുകയും അവരുടെ തൊഴിൽ ചൂഷണം ചെയ്യുകയും ചെയ്തു എന്നാണ് കാൾ മാർക്സ് പറഞ്ഞു പോകുന്നത്. സഹസ്രാബ്ദങ്ങളോളം ലോകത്ത് നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ, തൊഴിലാളി മുതലാളി എന്നതിന് പകരം തൊഴിലെടുക്കുവാൻ വേണ്ടി ആളുകളെ അടിമപ്പെടുത്തുകയും ആ തൊഴിലെടുക്കുന്ന ആളുകളെ മറ്റുള്ളവർക്ക് വിൽക്കുകയുമെല്ലാം ചെയ്യുന്ന അവസ്ഥ. ഈ രംഗത്ത് ഏകപക്ഷീയമായി അടിമത്തം നിരോധിക്കുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ ലോകത്തൊരു മാറ്റവും ഉണ്ടാവില്ല. മുസ്ലിം സമൂഹത്തിൽ അടിമകൾ ഉണ്ടാവില്ല എന്നത് കിടിച്ചാൽ ഒരു ഫലവും ഉണ്ടാവില്ല. ഇസ്ലാം അവിടെ ചെയ്തത് അടിമത്വം നിരോധിക്കാതെ അടിമകൾക്ക് മുസ്ലിം സമൂഹത്തിൽ ഏറെ മോചന സാധ്യത നൽകുകയാണ്. ഇസ്ലാം ഈ രംഗത്ത് എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിലുള്ള ഉത്തരം ഞാൻ പറയുക, സ്പാർട്ടക്കസിനെ പോലെയുള്ള ഗ്ലാഡിയേറ്റർമാരുടെ അവസ്ഥയിൽ നിന്ന് കുത്തുബുദ്ദീൻ ഐബക്കിനെ പോലെയുള്ള രാജാക്കന്മാരുടെ അവസ്ഥയിലേക്ക് അടിമകളെ മാറ്റി എന്നാണ്. എന്താണ് സ്ഥിതി? ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഗ്രീസിലും റോമിലുമെല്ലാം ഉണ്ടായിരുന്ന അടിമകളുടെ അവസ്ഥയെ കുറിക്കുന്നതാണ്. അഥവാ അവർ ഉടമകളുടെ രസത്തിന് വേണ്ടി അടിമകളുമായി മല്ലയുദ്ധം നടത്തി മരിക്കുക, അതല്ലെങ്കിൽ സിംഹത്തെപ്പോലെ കടുവകളെപ്പോലെയുള്ള ഹിംസ്ര ജന്തുക്കളുമായി മല്ലയുദ്ധം നടത്തുക, അതുമല്ലെങ്കിൽ കുറ്റം വിധിക്കപ്പെട്ട കുറ്റവാളികളുമായി മല്ലയുദ്ധം നടത്തുക. ഇതെല്ലാം കണ്ട് രസിക്കുവാൻ വേണ്ടി കുറേ ഉടമകൾ, അടിമകൾ പരസ്പരം കൊല്ലുന്നത് കണ്ട് രസിക്കുന്ന ഉടമകളുടെ അവസ്ഥ സ്പാർട്ടക്കസ് അതിനെ പ്രതിനിധീകരിക്കുന്നു. അവിടെ നിന്ന് ആ ഒരു ഗ്രീക്ക് റോമൻ നാഗരികതകളിലെ ഉടമകളുടെ പതിതാവസ്ഥയിൽ നിന്ന് ഇസ്ലാമിക നിയമങ്ങൾ വഴി ഉണ്ടായത് കുത്തുബുദ്ദീൻ ഐബക്കിനെ പോലെയുള്ള ഒരു രാഷ്ട്രസ്ഥാപകൻ, ഒരു വംശസ്ഥാപകൻ, ഒരു രാജ്യസ്ഥാപകൻ, ഡൽഹി സുൽത്താനേറ്റിൻ്റെ, ഡൽഹി രാജവംശത്തിൻ്റെ സ്ഥാപകനാണ് കുത്തുബുദ്ദീൻ ഐബക്ക്. അതേപോലെയുള്ള ആളുകളെ ഉണ്ടാക്കി. കുത്തുബുദ്ദീൻ ഐബക്ക് ഒരു അടിമയായിരുന്നു. വെറും ഒരു കുത്തുബുദ്ദീൻ ഐബക്ക് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ സ്ഥാപിക്കപ്പെട്ട 2 രാജവംശങ്ങൾ, മുസ്ലിം രാജവംശങ്ങൾ, 2 അടിമകൾ സ്ഥാപിച്ചതാണ്. ഗസ്നവി സാമ്രാജ്യം അടിമകൾ സ്ഥാപിച്ചതാണ്. ഡൽഹി സാമ്രാജ്യം അടിമ വംശമെന്നാണല്ലോ അറിയപ്പെടുക. ആ അടിമകൾ സ്ഥാപിച്ചതാണ്. അതേപോലെ തന്നെ മംലൂക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അടിമ എന്നാണ് അർത്ഥം. മംലൂക്കുകൾ ഇറാഖ് ഭരിച്ചിട്ടുണ്ട്. അതേ ഇറാഖ് നൂറ്റാണ്ടുകളോളം ഭരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിറിയ ഭരിച്ചിട്ടുണ്ട്, ഈജിപ്റ്റ് ഭരിച്ചിട്ടുണ്ട്. അടിമകളാണവർ. ഞാൻ പറയുന്നത്, അടിമകളെ ഏത് രൂപത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു ഇസ്ലാം,
അതിന് കാരണം ഇസ്ലാമിക നിയമങ്ങളാണ്. അവിടെ ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ സമൂഹത്തിൽ കാര്യമാത്ര പ്രസക്തമായ സ്വാധീനമൊന്നും അതുകൊണ്ടുണ്ടാകുമായിരുന്നില്ല. ഇസ്ലാം അടിമത്തം നിരോധിക്കാതെ അടിമകളെ വിമോചനത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് മാനവികമെന്നും ഇസ്ലാമിക നിയമങ്ങൾ ദൈവികമാണ് എന്നുമുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. അടിമകളുമായുള്ള ബന്ധത്തിൽ ഇസ്ലാം ചെയ്തത് ഒന്നാമതായി അടിമകളുടെ സ്റ്റാറ്റസ് ഉയർത്തുകയാണ്. അവർ ജനിച്ചത് അടിമകളായിട്ടാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കപ്പെട്ടിരുന്നത് ഇന്ത്യയിലെ ചണ്ടാളന്മാരെ പോലെ, അവർ അടിമകളാകുവാൻ വേണ്ടിയുള്ളവർ, കൊള്ളരുതാത്തവർ എന്നായിരുന്നു. എന്നാൽ ഇസ്ലാം അവിടെ എല്ലാവരും സഹോദരങ്ങളാണ് എന്ന സന്ദേശം പഠിപ്പിച്ചു. എല്ലാവരും സഹോദരങ്ങൾ. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അടിമ ഉടമ എന്ന വ്യത്യാസമില്ല, ജാതികളുടെ വ്യത്യാസമില്ല, തറവാടുകളുടെ വ്യത്യാസമില്ല. എല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കൾ. ആ മാതാപിതാക്കളുടെ മക്കൾ തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം അവരുടെ മനസ്സ് നല്ലതാണോ, അതേപോലെ അവരുടെ കർമ്മങ്ങൾ നല്ലതാണോ എന്നത് മാത്രം. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 71-ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി, അടിമകൾ ഉടമകളുടെ കൈകളിലുള്ള കളിപ്പാവകളല്ല, ഉടമകളുടെ കൈകളിലുള്ള കേവലം രസിക്കാനുള്ളവയല്ല, പടച്ചവൻ ഉടമകളെ ഏൽപ്പിക്കു വസ്തു മാത്രമാണ്. അവരോട് നല്ല നിലയിൽ പെരുമാറണം, അവരെ സഹായിക്കണം. അവരെ ഒരു കൂട്ടരെ മറ്റൊരു കൂട്ടരിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടുള്ളത് പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. ഈ സഹോദരങ്ങളെന്ന സങ്കല്പം മതപരമായി എല്ലാ അർത്ഥത്തിലും ഒന്നാണ് അടിമയും ഉടമയും എന്നുള്ള സങ്കല്പം വെറുതെ പറഞ്ഞു പോവുകയല്ല, മറിച്ച് ഇസ്ലാം നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ്റെ സദസ്സിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മൾ എക്കാലഘട്ടത്തിലുമുള്ള അടിമ വ്യവസ്ഥയെ ഇസ്ലാം എങ്ങനെ പരിവർത്തിപ്പിച്ചു എന്ന് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സംഭവം നടക്കുകയാണ്. അതെന്താണ്? മക്ക വിജയം. മക്ക ഇസ്ലാം വിജയിച്ചെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ കഅബാലയം പ്രവാചകൻ്റെ അധികാര പരിധിക്കുള്ളിലേക്ക് വന്നിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിജയത്തിൻ്റെ കാഹളം മുടക്കാൻ കഅബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് കറുത്ത കാപ്പിരിയായ, ഇന്നലെ വരെ അടിമയായിരുന്ന ബിലാൽ ബിൻ റബാഹയെയാണ്. അവിടെയാണ് ആ ബിലാൽ ഒരു ചിഹ്നമാകുന്നത്. ഇസ്ലാമിക സമൂഹം, അതല്ലെങ്കിൽ ഇസ്ലാമിക ദർശനം എങ്ങനെയാണ് അടിമകളെ വിമോചിപ്പിച്ചത് എന്നതിനുള്ള. അതേപോലെ തന്നെ ഏത് രംഗത്തും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരടിമയുണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും ആയിഷ റളിയല്ലാഹു അൻഹക്ക് പ്രവാചക പത്നിക്ക് ഇമാമായി നിന്ന് നമസ്കരിച്ചിരുന്നത് ആ അടിമയായിരുന്നു എന്ന് ഹദീസുകളിൽ കാണും. അവിടെ യാതൊരു വ്യത്യാസവുമില്ല. ഒന്നാമതായി ഇസ്ലാം ചെയ്തത് അതാണ്. രണ്ടാമതായി അടിമകളെ പരിഗണിക്കേണ്ടത് സ്വന്തം കുടുംബക്കാരെ പോലെയാണ്, സ്വന്തം മക്കൾക്ക് ഏകദേശം തുല്യമാണ് എന്നുള്ള തലത്തിലാണ് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുന്നൂറിലെ 57-58 വചനങ്ങളിൽ നമ്മൾ കാണുക, സ്വന്തം വീടുമായി ബന്ധപ്പെട്ട, സ്വകാര്യ മുറിയുമായി ബന്ധപ്പെട്ട, ബെഡ്റൂമുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങളിൽ മക്കളോടൊപ്പം പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അടിമകളാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമകളെ വിളിക്കുന്നത് പോലും എങ്ങനെ എന്ന് പ്രത്യേകം പഠിപ്പിക്കുകയുണ്ടായി. അടിമകളെ അടിമേ എന്ന്, അടിമപ്പെണ്ണേ എന്ന് വിളിച്ചുകൂടാ. അബ്ദി എന്നോ അമത്തി എന്നോ അല്ല വിളിക്കേണ്ടത്, മറിച്ച് ഫത്തായി എന്നും ഫത്താത്തി എന്നുമാണ്. അതെ, മോനെ മോളെ എന്നർത്ഥം, കുട്ടി മോളെ എന്നർത്ഥം, അതല്ലെങ്കിൽ ഉലാമി എന്നാണ് ഒരു ബാലനെ എന്നർത്ഥം. ഈ രൂപത്തിലാകണം അടിമകളെ വിളിക്കേണ്ടത് എന്ന്. ഇനി കഴിഞ്ഞോ? അടിമ ഇസ്ലാമിക സമൂഹത്തിലെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്.
ഉടമയുടെ ഉത്തരവാദിത്തമാണ് അടിമ. അത് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 36-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം അടിമകളെ എങ്ങനെ പരിഗണിക്കണമെന്ന്, അടിമകളുമായുള്ള ബന്ധം എങ്ങനെയാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ സഹോദരങ്ങളാണവർ. പ്രവാചകൻ പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ച നിങ്ങളുടെ സഹോദരങ്ങൾ. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് നൽകണം. നിങ്ങളെപ്പോലെയുള്ള ഉടയാടകൾ അവർക്ക് നൽകണം. പ്രയാസമുള്ള പണികളൊന്നും അവരെ ഏൽപ്പിക്കല്ലേ. അഥവാ പ്രയാസമുള്ള പണി ഏൽപ്പിക്കുകയാണെങ്കിൽ കൂടെ നിങ്ങളും പണിയെടുക്കാൻ വേണം. ഇസ്ലാം അടിമക്ക് ഒരു അവകാശിയെ ഉണ്ടാക്കുകയാണ്, അടിമക്ക് സംരക്ഷകനെ ഉണ്ടാക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടിമയെ പ്രയാസപ്പെടുത്തുന്നവനുണ്ടല്ലോ, അടിമയെ പീഡിപ്പിക്കുന്നവനുണ്ടല്ലോ, സ്വർഗത്തിൻ്റെ മണം പോലും കേൾക്കുവാൻ അവർക്ക് സാധ്യമല്ല. പ്രവാചകൻ്റെ വചനങ്ങൾ അടിമയെ കൃത്യമായി നിർണയിക്കുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 71-ാമത്തെ വചനത്തിൽ അടിമയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അടിമയെ സാമ്പത്തികമായി നിങ്ങൾ സഹായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ അടിമ സഹോദരങ്ങൾ എന്നുള്ള നിലക്ക് എല്ലാ ചിലവുകളും കൊടുത്തതിന് ശേഷവും സാമ്പത്തികമായി അവരെ സഹായിക്കേണ്ടതുണ്ട്. എങ്ങനെ അടിമയോട് പെരുമാറണമെന്ന് പ്രവാചകൻ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തല്ലോ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകനെ 10 വർഷത്തോളം ഭൃത്യനായി നിന്ന അടിമയാണ്. ആ 10 വർഷത്തെ തന്നെ അനുഭവത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ഒരിക്കൽ പോലും കയർത്തിട്ടില്ല, ഒരിക്കൽ പോലും എന്നൊരു മോശമായ പദം ഉപയോഗിച്ചിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ അടിമകൾ ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഉടമ വേറൊരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതേ ജോലി സ്ഥലത്താണ് അവർ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഉടമയെ വിളിച്ചു, എന്താ നിനക്ക് അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയില്ലേ? അതാണ് ഇസ്ലാമിലെ അടിമ എന്ന് പറഞ്ഞാൽ. അഥവാ അവർക്ക് എല്ലാ തരത്തിലുള്ള സംരക്ഷണവും ഉടമയുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ ഒരിക്കൽ സൽമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധികാരിയാണ്. സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഏതാനും ആളുകൾ ചെന്നപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ഗോതമ്പ് പൊടിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചോദിച്ചു, അടിമയില്ലേ നിങ്ങൾക്ക്? എന്താണ് ഒരു രാജ്യകാര്യങ്ങൾ നോക്കുന്നതിന് പകരം ഗോതമ്പം പൊടിച്ചിരിക്കുകയാണോ? ഈ സന്ദർഭത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അടിമക്ക് ഞാനൊരു പണി ഏൽപ്പിച്ചിരിക്കുന്നു, അവനൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. ഒരേ സമയം 2 ജോലികൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ആ ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാണ്. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച അടിമ ഉടമ ബന്ധം. 4-ാമതായി ഇസ്ലാം ചെയ്തത് അടിമയെ ഉപദ്രവിക്കരുതെന്ന് പഠിപ്പിക്കലാണ്. സ്വാഭാവികമായും ഗ്ലാഡിയേറ്റർമാരുടെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം, അടിമ എന്ന് പറയുന്നത് ഉടമയുടെ ഏതു രൂപത്തിലുമുള്ള സംതൃപ്തിക്കുള്ളതാണ് എന്ന് കരുതിയ തലത്തിൽ നിന്ന് അടിമയെ ഉപദ്രവിച്ചാൽ പ്രവാചകൻ പഠിപ്പിച്ചത് സ്വർഗത്തിൻ്റെ വാസന പോലും അവർ കേൾക്കില്ല എന്നാണ്. അടിമയെ അടിച്ചാൽ സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അടിമയെ അടിക്കുകയാണെങ്കിൽ ആ മുഖത്തടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തം അയാളെ മോചിപ്പിക്കലാണ് എന്നാണ്. അഥവാ അടിമയെ ഒരിക്കലും അടിച്ചുകൂടാ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അബദ്ധത്തിലൊരിക്കൽ ദേഷ്യം പിടിച്ചപ്പോൾ അടിമയുടെ ചെവിക്കടിച്ചു പോയി. ഈ സന്ദർഭത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടിമയെ വിളിച്ചു വരുത്തി, എന്നിട്ട് പറഞ്ഞു, നീ എന്നെ തിരിച്ചടിക്കണം, അതാണ് അതിനുള്ള പ്രായശ്ചിത്തം, എൻ്റെ ചെവിക്ക് തന്നെ നീ അടിക്കണം. അടിമ സമ്മതിച്ചില്ല. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീണ്ടും അദ്ദേഹത്തെ നിർബന്ധിച്ചു. അപ്പോൾ മെല്ലെ ഒന്ന് അടിമയെ അടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, ഞാൻ എങ്ങനെ അടിച്ചുവോ എൻ്റെ കോപത്തിൽ അടിച്ചപ്പോൾ തീർച്ചയായും നിനക്ക് വേദനിച്ചിട്ടുണ്ട്, പ്രയാസമുണ്ടായിട്ടുണ്ട്, അതേ പ്രയാസം എനിക്കുണ്ടാവണം, അപ്പോഴേ പ്രതിക്രിയയാകൂ എന്ന്. ഇങ്ങാണ് ഇസ്ലാം പഠിപ്പിച്ച മാതൃക. അടിമയെ എന്തും ചെയ്യാവുന്ന അവസ്ഥയിൽ നിന്ന് അടിമയെ സംരക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു.
പിന്നെ ഇസ്ലാമിക സമൂഹത്തിൽ ഉള്ള അടിമക്ക് ഏത് സമയത്തും മോചനത്തിനുള്ള ഒരുപാട് വാതിലുകൾ ഇസ്ലാം തുറന്നു വെച്ചു. ഒന്നാമതായി അടിമ മോചനം എന്നത് വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ വചനത്തിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ പറയുന്നിടത്ത് ഒന്ന് പറഞ്ഞിട്ടുള്ളത് അടിമ മോചനപാട്. അതേപോലെ തന്നെ ഖുർആനിലെ 90-ാമത്തെ അധ്യായം സൂറത്തുൽ ബലദിലെ 13-ാമത്തെ വചനത്തിൽ ആ പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യകർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫക്കു റഖബ എന്ന് പറഞ്ഞത് അടിമ മോചനമാണത് എന്നാണ്. അതെ, അടിമമോചനം വലിയൊരു പുണ്യകർമ്മമായി പ്രഖ്യാപിച്ചു. 100 കണക്കിന് അടിമകളെ വില കൊടുത്ത് വാങ്ങി മോചിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. 100 കണക്കിന് അടിമകളെ മോചിപ്പിച്ച ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണതുണ്ടായത്? ആ അടിമകളെ വാങ്ങി മോചിപ്പിക്കുവാനുള്ള ഒരവസ്ഥയുണ്ടായത് ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിക്കാത്തത് കണ്ടാണ്. അതേപോലെ തന്നെ ഇസ്ലാം പിന്നീട് ചെയ്തതെന്താ? ആ അടിമമോചനം ഒരു പ്രായച്ചിത്തമായി നിശ്ചയിച്ചു. പല തെറ്റുകൾക്കും ആ തെറ്റുകൾക്കുള്ള ഭൂമിയിലെ പ്രായച്ചിത്തമായി അടിമമോചനം പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒരാളെ അബദ്ധത്തിൽ കൊന്നുപോയാൽ അതിന് പകരമായി ഒരു അടിമയെ മോചിപ്പിക്കണമെന്ന് ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാഇൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഖുർആൻ 58-ാമത്തെ അധ്യായം സൂറത്തുൽ മുജാദലയിൽ ഉള്ള 3-ാമത്തെ വചനത്തിൽ ഇൽഹാറിനുള്ള പ്രായച്ചിത്തമായി അടിമമോചനം കാണാൻ കഴിയും. അതേപോലെ തന്നെ ശബ്ദം ലംഘിച്ചാൽ ഉള്ള പ്രായച്ചിത്തമായി അടിമമോചനം ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 89-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെ പലതിനുമുള്ള പ്രായച്ചിത്തമായി അടിമമോചനം നിശ്ചയിച്ചു. അതേപോലെ തന്നെ ഇസ്ലാം ഹദീസുകളിൽ മറ്റൊരുപാട് കാര്യങ്ങൾക്കുള്ള പ്രായച്ചിത്തമായി അടിമമോചനം നിശ്ചയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാമാണ് ഇസ്ലാമിക സമൂഹത്തിൽ അടിമയുണ്ടാകുമ്പോൾ അവർക്ക് മോചനത്തിനുള്ള ഒരുപാട് വാതിലുകൾ തുറന്നു വെച്ചു. പിന്നെ ഇസ്ലാം ചെയ്തത് അടിമക്ക് മോചനം സ്വയം വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനുള്ള വാതിൽ തുറന്നു വെച്ചു. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിലെ 33-ാമത്തെ വചനത്തിൽ അക്കാര്യം അള്ളാഹു തന്നെ സൂചിപ്പിച്ചു. ഒരു അടിമക്ക് മോചനം ആവശ്യമുണ്ടെങ്കിൽ, മോചനം ആവശ്യമാണെന്ന് സ്വയം തോന്നിയാൽ അവൻ ഉടമയെ സമീപിച്ചിട്ട് ഉടമയുമായി കരാറുണ്ടാക്കട്ടെ. കരാർ എന്താണ്? അടിമക്ക് ഏതാനും ദിവസം, ഏതാനും മാസങ്ങൾ സ്വതന്ത്രമായി പണിയെടുക്കുവാൻ ഉള്ള അവസരം കൊടുക്കുക. ആ സമയത്തിനിടക്ക് അടിമ ഈ കരാറ് പ്രകാരമുള്ള പണം ഇവർക്ക് ഉടമക്ക് വാങ്ങി നൽകണം, അങ്ങനെ ഉണ്ടാക്കി നൽകണം. ഇതായിരിക്കണം കരാർ. ആ കരാറിൻ്റെ കാലാവധിക്കുള്ളിൽ അടിമ ഈ പണം കൊടുക്കുന്നതോടുകൂടി ഉടമയുമായുള്ള അല്ലെങ്കിൽ അടിമയുടെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞു. ഇങ്ങനെ ഉള്ള കരാറിന് മുക്കാത്തബ എന്നാണ് പറയുക. മുക്കാത്തബ എഴുതിയിട്ട് അഥവാ അടിമക്ക് പണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ ഇസ്ലാം അവിടെയും സൊല്യൂഷൻ വെച്ചു. ഇസ്ലാമിക രാഷ്ട്രം അതിൻ്റെ ബൈത്തുൽ മാലിൽ നിന്ന് അടിമയെ സഹായിക്കണമെന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് സഹായിക്കണമെന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഖുർആനിൽ ഈ സക്കാത്തിൻ്റെ 8 അവകാശികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് അടിമമോചനപാട്. അടിമമോചനം എന്ന് പറഞ്ഞാൽ അടിമ മുക്കാത്തബ എഴുതിയ അടിമ അവർക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടത്. അതല്ലാത്ത രൂപത്തിലുള്ള അടിമമോചനത്വം ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇത് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമായി സക്കാത്തിൻ്റെ 8 അവകാശികളിൽ ഒന്നായി പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇങ്ങനെയെല്ലാം ഇസ്ലാമിക സമൂഹത്തിൽ ഒരു അടിമ എത്തിക്കഴിഞ്ഞാൽ മോചനത്തിനുള്ള മാർഗമുണ്ട്. അവന് എല്ലാ രൂപത്തിലുമുള്ള പരിഗണനയുണ്ട്. അവൻ പ്രയാസപ്പെടേണ്ട അവസ്ഥയില്ല, അവൻ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയില്ല. ഇങ്ങനെയെല്ലാം ഇസ്ലാമിക സമൂഹത്തിൽ അടിമയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിച്ചില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായി ഞാൻ പറയുക, ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമായതുകൊണ്ട് എന്നാണ്. അള്ളാഹുവിനാണ് മനുഷ്യരുടെ എല്ലാ അവസ്ഥകളെയും കുറിച്ചറിയുക. ഭാവി ഭൂത വർത്തമാനകാലം അള്ളാഹുവിനാണ് അറിയുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം അടിമത്വം ഏകപക്ഷീയമായി നിരോധിച്ചില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മറ്റൊന്നുമല്ല, ഇസ്ലാം ഏകപക്ഷീയമായി നിരോധിച്ചിരുന്നെങ്കിൽ അടിമയുടെ കണ്ണിലൂടെ നിങ്ങളൊന്ന് നോക്കുക. ഇങ്ങനെയുള്ള ഒരവസ്ഥ നിലനിൽക്കുമ്പോൾ ലോകത്തുള്ള ഈ അടിമകളെല്ലാം ആഗ്രഹിക്കുക ഗ്ലാഡിയർമാരാകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മുസ്ലിമിൻ്റെ അടിമയായി കിട്ടണമേ എന്ന ആഗ്രഹമായിരിക്കും. ഒരു മുസ്ലിം എന്നെ പണം കൊടുത്ത് വാങ്ങിയെങ്കിൽ എന്ന ആഗ്രഹമായിരിക്കും. സ്വാഭാവികമല്ലേ? അതെ, ഏത് സമയത്തും ഹിംസ്ര ജന്തുക്കളുമായി പോരടിച്ച് മരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഉടമയെപ്പോലെ ഭക്ഷണം ലഭിക്കുന്ന, ഉടമയെപ്പോലെ വസ്ത്രം ലഭിക്കുന്ന, ഉടമ
തന്നെ സഹായിക്കുന്ന, ഉടമയിൽ നിന്ന് ഒരു പീഡനവും ഏൽക്കേണ്ടി വരാത്ത, ഏത് സമയത്തും മോചിപ്പിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു വ്യക്തിയായി തീരാനായിരിക്കും അയാൾ ആഗ്രഹിക്കുക. അടിമയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇസ്ലാം അടിമത്വം നിരോധിക്കാതിരിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അടിമയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ നോക്കുക, ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിച്ചാൽ സ്വാഭാവികമായും ദുർബലമായ അടിമകൾ മുസ്ലിം അല്ലാത്തയാളുടെ കൈകളിലേക്കാണ് എത്തുക. മുസ്ലിങ്ങളുടെ കയ്യിലുള്ള അടിമകൾ ഇന്നലെ വരെ സഹോദരങ്ങളായി പരിഗണിക്കപ്പെട്ടിരുന്നവർ, ഇന്നലെ വരെ അഭിമാനം പിച്ചിച്ചീന്തപ്പെടാതിരുന്നവർ, ഇന്നലെ വരെ സ്വന്തം ഉടമ കഴിച്ചതുപോലെ ഭക്ഷണം കഴിച്ചിരുന്നവർ, ഇന്നലെ വരെ ഉടമയോടൊപ്പം വസ്ത്രമുടുത്തിരുന്നവർ, ഇന്നലെ വരെ പ്രയാസങ്ങളുള്ള ജോലിയൊന്നും ചെയ്യേണ്ടതില്ലാത്തവർ, അഥവാ പ്രയാസമുള്ള ജോലിയുണ്ടെങ്കിൽ ഉടമ ഒപ്പം തന്നെ സഹായിച്ചിരുന്നവർ, ഇന്നലെ വരെ പീഡിപ്പിക്കപ്പെടാത്തവർ, ഇന്നലെ വരെ അടിയോ മുഖത്തടിയോ നേരിടേണ്ടി വരാത്തവർ, ഇന്നലെ വരെ ഏത് സമയവും തനിക്ക് മോചനമുണ്ട്, ഇസ്ലാമിൽ പുണ്യകർമ്മമാണ് അടിമമോചനം, ഇസ്ലാമിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രായശ്ചിത്തമാണ് മോചനം, ആ രൂപത്തിലായിരുന്ന മോചനം ഏത് സമയത്ത് സ്വപ്നം കണ്ടു കഴിഞ്ഞിരുന്ന അയാൾ ഇനിയൊരിക്കലും മോചനമില്ലാത്ത വിധം മുസ്ലിം അല്ലാത്ത ഒരാളുടെ അടിമയായി തീരുകയാണ് ചെയ്യുക. അപ്പോൾ അടിമയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇസ്ലാം അടിമത്തം നിരോധിച്ചുകൂടാ. അതോടൊപ്പം തന്നെ അടിമകളുണ്ടാകുന്ന പല 3 കാര്യങ്ങൾ, അത് 3 രൂപത്തിലാണ് അടിമകൾ മുൻപേ ഉണ്ടാവുക. ഒന്ന്, അടിമപ്പന്തിയിൽ ജനിച്ചയാൾ, അടിമയായ പുരുഷൻ്റെയും അടിമയായ പെണ്ണിൻ്റെയും, അങ്ങനെ പറഞ്ഞുകൂടാ, അടിമയായ പെണ്ണിൻ്റെ മകനായി ജനിച്ചയാൾ, അത് ചിലപ്പോൾ ഉടമയുടെ മകനായിരിക്കും, അതുമല്ലെങ്കിൽ ഉടമയുടെ മക്കളുടെ മകനായിരിക്കും, പക്ഷേ അയാൾ അടിമപ്പന്തിയിലേക്കാണ് പോവുക. അങ്ങനെയുള്ളയാൾ, അതാണ് 1 അടിമയായി തീരുക. 2 വില കൊടുത്ത് വാങ്ങുന്നതാണ്. മൂന്നാമത്തേത് പിന്നെ വില കൊടുത്ത് വാങ്ങുന്നത് സ്വാഭാവികമായിട്ടും ആദ്യത്തെ വിഭാഗത്തിൽ തന്നെയാണ് പെടുക, കാരണം അടിമയായി ജനിക്കുന്ന വിഭാഗത്തിൽ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തേത് ഉടമയുടെ, രണ്ടാമത്തേത് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നതാണ്, മൂന്നാമത്തേതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതായിരുന്നാലും ഈ 3 രൂപങ്ങളിൽ ഒന്ന് യുദ്ധത്തിൽ പിടിക്കപ്പെടുന്നതാണ്, ഒരെണ്ണം മൂന്നാമത്തേത് ഞാൻ പറഞ്ഞത് എന്താണ്, അടിമയല്ലാത്തയാളെ പിടിച്ചു കൊണ്ടുവന്ന് അടിമയാക്കുക എന്നാണ്. ഇസ്ലാം പൂർണ്ണമായി അത് നിരോധിച്ചു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അടിമയല്ലാത്ത ഒരാളെ യുദ്ധ സന്ദർഭത്തിലല്ലാതെ പിടിച്ചു കൊണ്ടുവരുന്നത്, അങ്ങനെ അടിമയാക്കുന്നത് ഇസ്ലാം പൂർണ്ണമായി നിരോധിച്ചു. 18-ാം നൂറ്റാണ്ടിലടക്കം യൂറോപ്പ്, അമേരിക്ക, ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ പോയി പിന്നെ കറുത്തവരെയും മറ്റും പിടിച്ചു കൊണ്ടുവന്ന് അടിമകളാക്കി മാറ്റിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം പൂർണ്ണമായി തന്നെ ആ രൂപത്തിൽ ഒരു അടിമയല്ലാത്ത ഒരാളെ, സ്വതന്ത്രനായ ഒരാളെ പിടിച്ചു കൊണ്ടുവന്ന് അടിമയാക്കുന്നത് നിരോധിച്ചു. മൂന്നാമത്തെ രൂപമാണ് ഞാൻ പറഞ്ഞു വന്നത്, എന്താണ്, യുദ്ധത്തടവുകാരെ അടിമകളാക്കി മാറ്റുക എന്നത്. ഈ യുദ്ധത്തടവുകാരെ 5 രൂപത്തിൽ കൈകാര്യം ചെയ്യാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. 5 രൂപത്തിൽ കൈകാര്യം ചെയ്യാറുണ്ട്. 1, യുദ്ധത്തടവുകാരെ കൊന്നുകളയുക. ഇസ്ലാം അത് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം അനുവദിക്കുന്ന കാര്യമാണ്, യുദ്ധത്തടവുകാരെ കൊന്നുകളയുക എന്നത്. അത് വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ, അത്രയും ഇസ്ലാമിന് മുസ്ലിങ്ങൾക്ക് ദോഷകരവും അപകടകരവുമായ സന്ദർഭത്തിൽ മാത്രം അനുവദിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തേത് അവരെ വെറുതെ വിടുക എന്നുള്ളതാണ്. ഇസ്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ബദറിൽ പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാരെ വെറുതെ വിടുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. മൂന്നാമതായി യുദ്ധത്തടവുകാരെ മോചനദ്രവ്യം വാങ്ങി വിടുക എന്നുള്ളതാണ്. തീർച്ചയായും അതും ഇസ്ലാമിക രാഷ്ട്രം പലപ്പോഴും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ബദറിൽ തന്നെ പിടിക്കപ്പെട്ട ചിലരെ മുസ്ലിങ്ങൾക്ക്, മദീനയിലെ മുസ്ലിങ്ങൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക എന്ന കണ്ടീഷനിൽ വെറുതെ വിട്ട് നമുക്ക് കാണാൻ കഴിയും. നാലാമതായി അടിമകൾ അങ്ങനെ ചെയ്യുക, ഇവരുമായി പിന്നെ കൈമാറ്റം ചെയ്യലാണ്. 2 രാജ്യങ്ങൾ യുദ്ധം ചെയ്ത് അവരിൽ നിന്ന് ഇങ്ങോട്ടും പിടിച്ചു യുദ്ധത്തടവുകാരെ, ഇവരിൽ നിന്ന് അങ്ങോട്ടും പിടിച്ചു. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നുള്ളതാണ് യുദ്ധത്തടവുകാരുടെ കാര്യത്തിൽ 4ാമതായി ചെയ്തിരുന്നത്. 5ാമതായി ചെയ്തിരുന്നത് യുദ്ധത്തടവുകാരെ വീതിച്ച് ആ യുദ്ധത്തിൽ പങ്കെടുത്ത പടയാളികൾക്ക് അടിമകളായി നൽകുക എന്നുള്ളതാണ്. ഈ 5 കാര്യങ്ങൾ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇസ്ലാം ആദ്യത്തെ 4 കാര്യങ്ങളിലുള്ള നിലപാട് ഞാനിവിടെ പറഞ്ഞു. ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിച്ചിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുസ്ലിങ്ങളല്ലാത്തവരും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ആ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ തടവുകാരെ
മറ്റുള്ളവർ പിടിച്ചു. അവരിൽ നിന്ന് കുറേ തടവുകാരെ മുസ്ലിങ്ങളും പിടിച്ചു. യുദ്ധം കഴിഞ്ഞാലുള്ള പ്രതീക്ഷ ആ തടവുകാരെ തമ്മിൽ പരസ്പരം കൈമാറ്റാറാമെന്നുള്ളതാണ്. ഈ പ്രതീക്ഷ അതോടുകൂടി അവസാനിക്കുകയാണ്. എന്തുകൊണ്ടാണത്? മുസ്ലിങ്ങളല്ലാത്തവർക്കറിയാം ഇസ്ലാം അടിമത്തം നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൈകളിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയ ആളുകൾ അവരാരാണെങ്കിലും ഇസ്ലാമിക സമൂഹത്തിൽ അവർ കൊല്ലപ്പെടുകയില്ല, അഥവാ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇസ്ലാമിക സമൂഹത്തിൽ അവർ സുഖമായി ജീവിക്കും. അതേസമയം ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടുവന്ന ആളുകളെയോ ഞങ്ങൾക്ക് അടിമകളാക്കി മാറ്റാം. ഒരിക്കലും തന്നെ ഒരു കൈമാറ്റം ഉണ്ടാവില്ല. ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കും. കാരണം മുസ്ലിം പടയാളികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പടയാളികൾ യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് യുദ്ധത്തിലെ രക്തസാക്ഷ്യമാണ്, അഥവാ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഒരു അടിമത്വമാണ്. ഇത് എന്താണ് ഉണ്ടാവുക? യുദ്ധത്തിൽ അഥവാ ഞാൻ പിടിക്കപ്പെട്ടാൽ ഒരിക്കലും മോചനം ലഭിക്കാത്ത വിധം എല്ലാ കാലവും ശത്രുവിൻ്റെ അടിമയായി കഴിയേണ്ടി വരുമെന്നുള്ള ബോധമാണ് മുസ്ലിം പടയാളിക്കുണ്ടാവുക. ഒരിക്കലും അത് ഇസ്ലാം അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ അയാൾക്ക് മോചനത്തിൻ്റെ ഒരു വാതിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇസ്ലാം അടിമത്തം നിരോധിക്കാതിരുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നിയമം എന്നുള്ള നിലക്കാട്. അള്ളാഹുവിൻ്റെ വലിയ യുക്തി അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹുവിൻ്റെ നിയമമായതുകൊണ്ട് തന്നെ അത് അടിമയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അടിമത്വം ഇസ്ലാം ഏകപക്ഷീയമായി നിരോധിക്കുന്നതിനേക്കാൾ അവൻ ആശിക്കുന്നത് ഇസ്ലാം നിരോധിക്കാത്തതാണ്. അതേപോലെ തന്നെ മുസ്ലിം സമൂഹത്തിന് അടിമത്തം നിരോധിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം സമൂഹത്തിന് പിൽക്കാലഘട്ടത്തിലുണ്ടായ ഒരുപാട് വിജയ ഘോഷയാത്രകളുണ്ട്, അത് സാധ്യമാകുമായിരുന്നില്ല. കാരണം മുസ്ലിം പടയാളികളുടെ മനസ്സിൽ തങ്ങൾ അടിമകളായി മാറ്റപ്പെടുമോ, ഒരിക്കലും മോചനമില്ലാത്ത അടിമകളാക്കി മാറ്റപ്പെടുമോ എന്ന ചിന്തയാകുമായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത്, എന്തുകൊണ്ട് ഇസ്ലാം അടിമത്തം നിരോധിച്ചില്ല എന്ന ചോദ്യത്തിനുത്തരം ഇസ്ലാം അടിമകളെയും ഉടമകളെയും കൃത്യമായി അറിയുന്ന പടച്ചവൻ്റേതാണ് എന്നതുകൊണ്ട് എന്നാണ്. പരിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് ഏകപക്ഷീയമായി അടിമത്തം നിരോധിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് ഉള്ള ഉത്തരം പരിശുദ്ധ ഖുർആൻ പടച്ചവൻ്റെ വചനങ്ങളായതുകൊണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അടിമത്വം എന്ന സ്ഥാപനത്തെ ഇസ്ലാം സ്പാർട്ടക്കസുകളുടെ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് കുതുബുദ്ദീൻ ഐബക്മാരുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതേ, ഇസ്ലാമിക സമൂഹത്തിൽ രാഷ്ട്ര സംസ്ഥാപകന്മാർ, അടിമകളായിരുന്നവർ രാഷ്ട്ര സംസ്ഥാപകന്മാരാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ആ ഒരു വിപ്ലവമുണ്ടായത് ഇസ്ലാം ഏകപക്ഷീയമായി അടിമത്വം നിരോധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.